പുതിയ നിയമത്തിൽ ആകെ 120 ചോദ്യങ്ങളുണ്ട്. 120 ചോദ്യങ്ങൾ. ആ 120 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങളാണ് മത്തായി 16. ഞാൻ ആരെന്നാണ് എല്ലാവരും പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. കാലാകാലങ്ങളിൽ യേശു ആര് എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. അവന്റെ ചെറുപ്പകാലത്ത് ജനം ചോദിച്ചു, ഇവൻ ആരാ? തച്ചന്റെ കൊച്ചനല്ലേ, മറിയത്തിന്റെ മോനല്ലേ, ഇവൻ ആരാ എന്നും ഈ ചോദ്യമാണ്. അവസാനം പീലാത്തോസ് ചോദിച്ചു, നീ ആരാ? ആരാന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആരും കൊടുത്തിട്ടില്ല, നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യം എല്ലാവരും ഞാൻ ആരാണെന്നാ പറയുക. ഈ ചോദ്യം ചോദിച്ചത് കേസരിയ ഫിലിപ്പിയിൽ വെച്ചാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? യഹൂദർക്കറിയാം, ജെറുസലേമിലെ ഏറ്റവും മുഴുത്ത പാറയുണ്ട്. ആ പാറമേൽ യഹൂദൻ ജെറുസലേം ദേവാലയം പണിതു. അവർ വിശ്വസിച്ചു, ഈ പാറയുടെ കീഴിൽ നിന്ന് ദൈവം മണ്ണെടുത്ത് ആദാമിനെ മെനഞ്ഞു. ഈ പാറമേൽ ദൈവം അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കടത്തി. അവർ വിശ്വസിച്ചു. അത് ചരിത്രമല്ല, ചരിത്രം ഒന്നേ ഉള്ളൂ. ജെറുസലേമിൽ ഒരു മുഴുത്ത പാറ, ആ പാറമേൽ ജെറുസലേം ദേവാലയം പണിതു. അന്നു മുതൽ യഹൂദന്റെ സകലവിധ പ്രാർത്ഥനാ രീതികളും ഈ ജെറുസലേം ദേവാലയം കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പോൾ ആ സിറ്റിക്ക് യേശു അവിടെ നിന്നും ശിഷ്യന്മാരെ കൂടി കേസരിയ ഫിലിപ്പി എന്ന സ്ഥലത്തേക്ക് നടത്തി. എന്താ പേരിന്റെ അർത്ഥം? റോമിലെ നാട്ടുരാജാവ്, റോമിലെ രാജാവായ സീസറിനെ സന്തോഷിപ്പിക്കാൻ ഇസ്രയേലിലെ ഒരു നാടിന്റെ രാജാവ് ഇസ്രയേലിൽ ഒരു സിറ്റി പണിതു. വിജാതീയനായ സീസറിന്റെ പേര്. സിറ്റി പണിത രാജാവിന്റെ പേര് ഫിലിപ്പ് രാജാവ്. സീസറിന് വേണ്ടി പണിതു. അതുകൊണ്ട് സീസറിന്റെ ഫിലിപ്പ് എന്നർത്ഥമുള്ള കേസറിയ ഫിലിപ്പി എന്ന പേര് വേണം. അവിടെ ഇന്നും ഒരു പാറയുണ്ട്. 500 അടി വീതിയും 100 അടി പൊക്കമുള്ള ഒരു പാറ. ആ പാറയുടെ ചുവട്ടി ചെന്നിട്ട് ക്രിസ്തു പറഞ്ഞു, പഴയ പാറ പോയി, ഈ പാറ പോയി, ഇനി പുതിയൊരു പാറ, ഏകവും സഹ്യവും അപ്പസ്തോലവും വിശുദ്ധവുമായ സഭ എന്ന പാറ, ഒരു പുതിയ പാറ പണി. ജെറുസലേമിലെ പ്രാധാന്യം പോയി, സഭയുടെ പുതിയ പ്രാധാന്യം. എന്നിട്ട് ചോദിച്ചു, ഞാൻ ആരെന്നാ പറയുക? എല്ലാവരും പറഞ്ഞത് ഏറ്റുപറയാൻ എളുപ്പമാണ്. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ, ഏലിയ, പ്രവാചകൻ ഒരുവൻ. യേശുവിന് കിട്ടിയില്ല. ആരെന്നാ നിങ്ങൾ പറയുക? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. അവിടെ 2 വിശ്വാസ പ്രഖ്യാപനങ്ങൾ അരങ്ങേറി. ഒന്ന്, ദൈവത്തിന്റെ മനുഷ്യനിൽ ഉള്ള വിശ്വാസം. നീ പറയാ മനുഷ്യന്റെ ദൈവത്തിലുള്ള വിശ്വാസം, നീ ക്രിസ്തുവാ. ഈ മെഴുകുപരടി വിശ്വാസക്കാരന് കർത്താവിനെ അനുഭവിക്കാൻ പറ്റിയല്ല. ഹിന്ദുവിന്റെ ഭജനം വേണം, മുസൽമാന്റെ സൂക്തവും വേണം, മറ്റുള്ളവരുടെ എല്ലാം വേണം. കോംപ്രമൈസ് ചെയ്യുന്ന വിശ്വാസികളുണ്ട്. ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുകയല്ല. ക്രിസ്തുവിനെ അനുഭവിക്കണോ? നീ ക്രിസ്തുവാ. ആകാശം ഭൂമിക്ക് നീയേ എനിക്കുള്ളൂ. ഉറച്ച വിശ്വാസം. ആരെയും പരിഹസിക്കാനല്ല, ആരുടെയും നമുക്ക് സ്വീകാര്യമല്ല. നമുക്കൊന്നേ ഉള്ളൂ, ക്രിസ്തു. അപ്പൊ അവനോട് പറയും, നീ പറയാ. ഇന്നും ഈ 2 ചോദ്യമുണ്ട്. ക്രിസ്തുവിന്റെ ചോദ്യം, ഞാൻ ആരാണെന്നാ മുസ്ലിങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാ ഹിന്ദുക്കൾ പറയുന്നത്. മുസ്ലിങ്ങൾ പറയും നബിമാരിൽ ഒരു നബി, ഹിന്ദുക്കൾ പറയും അവതാരങ്ങളിൽ ഒരു അവതാരം. പക്ഷെ നമുക്കോ, നീ ദൈവം, ദൈവത്തിന്റെ ഏകപുത്രൻ, ഏകജാതൻ. ഈ വിളിച്ചു പറച്ച് അവിടെ പറഞ്ഞു, സ്വർഗസ്വനായ പിതാവാണ് വെളിപ്പെടുത്തി തന്നത്. 2 വാക്കുണ്ട്. 1 അറിവ്, 2 വെളിപാട്. പുസ്തകം വായിക്കുമ്പോൾ അറിവ്, ഷെയറിംഗ് നടത്തുമ്പോൾ അറിവ്. അറിവുള്ള ഒത്തിരി പേരുണ്ട് സഭയിൽ. അറിവുള്ള ആൾക്കാരും സഭയിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ എല്ലാവരോടും ഷെയർ ചെയ്യും. സഭയിൽ ഒരു പോരായ്മ വന്നാൽ എല്ലാവരോടും ഷെയർ ചെയ്യും. അറിവുള്ളവർ മെത്രാനെ അവഹേളിക്കാം, അച്ഛന്മാരെ അവഹേളിക്കാം, അയൽക്കാരെ അവഹേളിക്കാം, കുടുംബക്കൂട്ടായ്മ ലീഡേഴ്സിനെ അവഹേളിക്കാം, എല്ലാവരും അവഹേളിക്കും. അറിവുണ്ട്, എന്റെ അറിവാ ശരി, എല്ലാവരും കുറിച്ച് കമന്റ് പറയും. പക്ഷേ വെളിപാട് കിട്ടിയവന് കമന്റ് ഇല്ല.
അറിവല്ല ആവശ്യം, വെളിപാടാണ്. സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അറിവൊന്നല്ല, വെളിപാടുണ്ടായോ. മാർപ്പാപ്പ കല്യാണം കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയും, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. സഭയ്ക്ക് മൊത്തം പുഴുകുത്തു വന്നാലും ഞാൻ പറയും, എന്റെ ദൈവമേ, നിന്നിൽ വിശ്വസിക്കുന്നു. എല്ലാം ഇരുളുമ്പോഴും പറയും, ഈശോ മറിയ യോസേപ്പേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഇതാണ് വെളിപാട്. നമ്മുടെയൊക്കെ സമുദായം നിലനിൽക്കുന്നത്, സഭ നിലനിൽക്കുന്നത് വെളിപാടുള്ള 8-10 പേരാ. അറിവുള്ള 90 പേരല്ല. സഭയുടെ ബലം വെളിപാട് കിട്ടിയ 10 പേര്. 12 മുക്കുവർ 140 കോടിയാ ഇന്ന് കത്തോലിക്ക ലോകത്ത്. 10 പേരുടെ 12 പേരുടെ ഒരു വെളിപാട് നമ്മൾ പ്രാർത്ഥിക്കണം വെളിപാടിന് വേണ്ടി. ഈ ചോദ്യം ക്രിസ്തു ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാ നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാ എല്ലാരും പറഞ്ഞു. എന്റെ കുരിശ് താലിയിൽ വഹിക്കുന്ന സ്ത്രീ, നീ പറ ഞാൻ ആരാ? ലോകയുടെ അച്ഛൻ പറ ഞാൻ ആരാ? എന്റെ ശരീരം ഭക്ഷിക്കുന്ന, രക്തം പാനം ചെയ്യുന്ന നിങ്ങൾ പറ ഞാൻ ആരാ? പറയാൻ നമുക്ക് ഉത്തരം വേണം. കാലാകാലങ്ങളിൽ ഓരോരുത്തരും ഓരോ ഉത്തരം പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാ. തോമാസിയ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. മഗ്ദലക്കാരി മറിയം പറഞ്ഞു, അവൻ എവിടെ വെച്ചെന്ന് പറയുക, എടുത്തോണ്ട് പൊക്കോളാം. ആദ്യം സഭ പറഞ്ഞു, മാറാനാഥ, കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്കും പറയാൻ പറ്റണം, ജീവിതത്തിൽ ക്രിസ്തുവുമായി ഒരു വ്യക്തിബന്ധത്തിന്റെ വാക്ക് പറയാൻ പറ്റണം.